നമസ്കാരം, വെൽക്കം ടു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂ ഓൺ ആസ്പ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം കൂടെയുള്ളത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ഒരുപാട് ഓണവിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു അടിപൊളി സെലിബ്രിറ്റി ആണ് കേട്ടോ. നിരവധി അനശ്വര ഗാനങ്ങളിലൂടെ മലയാള ചലച്ചിത്ര സംഗീത മേഖലയിൽ തന്നെ അവിസ്മരണീയമായിട്ടുള്ള സംഭാവനകൾ നൽകിയ ഒരു ഗായിക തന്നെയാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ലതിക ടീച്ചറാണ് ഇന്ന് ഈ ഒരു ഓണം സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ എന്നോടൊപ്പം ചേരുന്നത്. ഹായ് ടീച്ചർ, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. നമസ്തേ. നമസ്തേ. എന്തൊക്കെയുണ്ട് വിശേഷം? ഓണമൊക്കെ അടുത്ത് വരുമല്ലേ, എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും. അതെ അതെ, ഓണത്തിനെ വരവേൽക്കാനുള്ള തിരക്ക്. ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരു തിരക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി വീട്ടില്? എന്റെ ഓണം ഞാന് കൊല്ലത്തിപ്പോ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങള് എന്റെ ബ്രദറും സിസ്റ്റേഴ്സ് എല്ലാരും ഇപ്പൊ ഒന്നിച്ച് വന്ന ഒരു ഓണം ഇപ്രാവശ്യമാണ്. എല്ലാരും സ്ഥലത്തുണ്ട് എന്നുള്ളത്. മറ്റേത് അണ്ണൻ ശരിക്കും മദ്രാസിലായിരുന്നു, ചേച്ചി സിംഗപ്പൂരാണ്. ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ എല്ലാരും കൊല്ലത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഇപ്രാവശ്യം ഓണത്തിന് എല്ലാരും ഒന്നിച്ചുണ്ട് എന്നുള്ളൊരു സന്തോഷം. ഞങ്ങൾ സഹോദരങ്ങൾ. അപ്പൊ 2025 നമ്മുടെ ലതിക ടീച്ചറിന്റെ ഓണം എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ഒരു അടിപൊളി ഓണം തന്നെ ആയിരിക്കും. അപ്പൊ അത്തപ്പൂക്കളൊക്കെ ഇട്ടോ വീട്ടില്? അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ആ കാലത്ത്, ഞാനൊക്കെ ജനിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അച്ഛനമ്മയൊക്കെ ഈ ഇതിനോടൊക്കെ ഒരു പുറകോട്ട് വരുന്ന ഒരു സമയമായിരുന്നു. ഇതിലൊന്നും വിശ്വാസമില്ല എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ കൊല്ലം സൈഡിൽ അങ്ങനെ വലുതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ഈത്തപ്പൂവിന്റെ ഒക്കെ കണ്ടിട്ടില്ലല്ലേ? ഇല്ല, അധികം നമ്മുടെ ആ ഏരിയയിലൊക്കെ ഉണ്ടോ അറിയില്ല. ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിന്നിട്ടില്ലല്ലോ. കൊല്ലത്തുനിന്ന് പിന്നെ മദ്രാസ്, പാലക്കാട്, ട്രിവാൻഡ്രം, ഇങ്ങനെ പല സ്ഥലത്തായിട്ടൊക്കെയാണ് എന്റെ ലൈഫ് പോയത്. അതായത് പാട്ടും ജോലിയും എല്ലാം. അതെ, അതുകൊണ്ട് തന്നെ ഈ പല ജില്ലകളിലുള്ള ഓണാഘോഷം എങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് മാമിന് അറിയാൻ സാധിക്കും. അറിയാം. പക്ഷെ ഞാൻ ഏറ്റവും നന്നായി ഓണം ആഘോഷിക്കുന്നത് കണ്ടിട്ടുള്ളത് വെളി രാജ്യങ്ങളിലാണ്. അതെ, ഞാൻ ദുബായിലായാലും സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ഇങ്ങനെയൊക്കെ ഇവിടെ ഈ സ്ഥലങ്ങളൊക്കെ ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ ഗസ്റ്റായിട്ട് അവർ വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഓണം ആഘോഷിക്കുന്നത് ശരിക്കും അപ്പോഴാണ് ശരിക്കും ഓണം ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കൊന്ന് അവരൊക്കെ നാടിനെ അത്രത്തോളം മിസ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അങ്ങനെയുള്ള മറ്റാഘോഷങ്ങളൊന്നും ഇല്ല. അപ്പൊ അത് ആ ഓണം ദിവസം തന്നെ ആയിരിക്കണമെന്നില്ല. അവരേതെങ്കിലും ഒരു അവധി ദിവസം സെലക്ട് ചെയ്ത് ഒരു ഹാൾ ബുക്ക് ചെയ്തിട്ട്, പക്ഷെ എല്ലാരും നന്നായിട്ട് ആഘോഷിക്കും. എല്ലാരും ആ ഓണത്തിന്റെ അതേ എല്ലാ അതിന് മാവേലി ആയാലും അവരുടെ വേഷവിധാനമായാലും പൂക്കളമായാലും ഈ തോരണങ്ങളായാലും എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ അവരുടെ നാട്ടിലെ ഉത്സവമാണോന്ന് പോലും ചിന്തിച്ചു പോലെ. അതെ അതെ, ഓണം മാത്രമല്ല, ഇപ്പൊ ഗൾഫിലൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഓരോ ജില്ലാ അടിസ്ഥാനത്തില് അവിടെ സംഘടനകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1976 16-ാമത്തെ വയസ്സില് കണ്ണൂർ രാജൻ സാറിന്റെ ഡയറക്ഷനിൽ പിറന്ന പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി എന്ന ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് പാടിയാണ് മാം സിനിമ പിന്നണി ഗാനരംഗത്തേക്ക്, മലയാള സിനിമ പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു കടന്നു വരവിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ ഓർക്കുമ്പോൾ പറയാനുള്ളത്? അത് വളരെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അന്ന് ദാസേട്ടന്റെ ഒപ്പം ഉള്ളൊരു പാട്ടാണ്. ദാസേട്ടനെയൊക്കെ നമ്മൾ അന്ന് വരെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അതെ, അതും ഫസ്റ്റ് സോങ് അദ്ദേഹത്തോടൊപ്പം പാടാൻ പറ്റി. ഫസ്റ്റ് സോങ് ആ സ്റ്റുഡിയോയിൽ പാടാൻ പോകുമ്പോഴാണ് ഞാൻ ദാസേട്ടനെ കാണുന്നത്. ആലോചിച്ച് നോക്കിയേ. അതെ അതെ, നമ്മളൊക്കെ മനസ്സിലിങ്ങനെ വളരെ തുല്യനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി. നമ്മളെന്നൊക്കെ ദാസേട്ടന്റെ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മൾ കൊണ്ടുപോകാൻ കേൾക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അതുപോലെ കണ്ണൂർ രാജൻ സാറാണ് അതിന്റെ മ്യൂസിക്, ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ വരികൾ എല്ലാം കൊണ്ടുവന്നല്ല. IV ശശി ഡയറക്ഷൻ, വിൻസെന്റ് സാറും അതുപോലെ അജയ് ഭാരതി, ശ്രീദേവിയും ഒക്കെ ഉണ്ട് അതിൽ അഭിനയിക്കുന്നുണ്ട്. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഫീൽഡിൽ എത്തിയ സിംഗറാണ് മാം. ശരിക്കും 50 വർഷമായി കേട്ടോ. 50 വർഷമായല്ലേ? 50ന്റെ നിറവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സിനിമയിൽ പാടി തുടങ്ങി. അതെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ആര് വഴിയായിരുന്നു? അത് ഈ കണ്ണൂർ രാജൻ സാറ് നാട്ടിലൊക്കെ നാടകത്തിന് മ്യൂസിക് ചെയ്യായിരുന്നു. അങ്ങനെ നാട്ടിൽ വരുമ്പം അണ്ണൻ, എന്റെ ബ്രദർ അണ്ണൻ, നമ്മളെ കൊല്ലത്തൊക്കെ എല്ലാവരും അണ്ണൻ എന്നല്ലേ പറയാ, അണ്ണൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ട്
ഓക്കെ. ആ സമയത്ത് ഇവിടെ ഒരു നാടകത്തിന് ഇങ്ങനെ ആരോ പാടിയപ്പോ അത്ര ശരിയാകുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഏതൊരു ഫീമെയിൽ സിംഗറും അപ്പോഴവിടെ ആ ട്രൂപ്പിലുള്ള ഒരാൾ പറഞ്ഞത് ബാബുവിന്റെ സിസ്റ്റർ ഉണ്ട്, നന്നായിട്ട് പാടും, ചെറിയൊരാളുണ്ട് വീട്ടില് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാ സാറ് ചോദിച്ചു, ഞാൻ ബാബു വന്നിട്ട് എന്താ ഒന്നും പറയാഞ്ഞത്, ഇങ്ങനെ നാളെ വരുമ്പം കൊണ്ടുപോവാ, മോളെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് എനിക്ക് ഒരു 12 വയസ്സ് അത്രയൊക്കെ ഉള്ളൂ. 12ാമത്തെ വയസ്സിൽ നാടകഗാനം പാടാം. നാടകഗാനം അങ്ങനെ പോയി പാടി. അങ്ങനെ 2-3 നാടകത്തിന് പാടി. അങ്ങനെ 15ാമത്തെ വയസ്സില് ഒരു നാടകത്തിന്, അതായത് എറണാകുളത്ത് കൊച്ചിൻ സംഘമിത്ര എന്ന് പറഞ്ഞിട്ടൊരു നാടക ട്രൂപ്പ്, അവരുടെ ആദ്യത്തെ നാടകമായിരുന്നു, ഫസ്റ്റ് നാടകം. അതിന് മ്യൂസിക് ഇദ്ദേഹമാണ് എഴുതിയത്, ബിച്ചു തിരുമല. അദ്ദേഹമാണ് നാടക രചനയും അദ്ദേഹമായിരുന്നു. അപ്പൊ അതില് പാട്ട് പാടാനായിട്ടാണ് ആദ്യം പാടിയിട്ട്. അതിന് മുമ്പ് നാടകത്തിനൊക്കെ പാടിയെങ്കിൽ ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോ ബിച്ചു തിരുമല സാർ ആ പാട്ടുകൾ മദ്രാസിൽ പോയിട്ട് ഐ.വി. ശശി കേൾപ്പിച്ചു. അത് കേട്ടപ്പോ ആ പാട്ട് ഇഷ്ടമായിട്ട് നമുക്ക് ആ പാട്ട് അടുത്ത പദത്തിൽ ഉപയോഗിക്കാം, ഈ കുട്ടിയെ തന്നെ പാടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആ നാടകത്തിൽ തന്നെ ഉള്ള പാട്ടാണ് തുഷാരബിന്ദുക്കളെ എന്ന പാട്ട്. ആ പാട്ട് ഞാൻ നാടകത്തിൽ പാടിയത്. അതാണ് പാടണമെന്ന് പറഞ്ഞത് അവര്. പക്ഷെ അപ്പോഴത്തേക്ക് അത് അവിടെ വേറെ വഴിക്ക് പോയി ആ പാട്ട്, വേറൊരു സിനിമയ്ക്ക് വേണ്ടി. അങ്ങനെ അത് സാറിൻ്റെതും അല്ലാതായി മാറി, ഡാൻസ് സാറിൻ്റെതല്ലാതെ വേറെ ഉമ്മർ സാറിന്റെ പേരിൽ പോയി ആ പാട്ട്. ജാനകിയമ്മയാണ് പാടിയത്. പിന്നെ അതിനകത്തുള്ള വേറെ ഒരു പാട്ടാണ് അടുത്ത പടത്തിൽ പാടിയത്. പക്ഷെ അതിൽ വരികൾ മാറി. അതായത് ബിസി തിരുമല ഈ പാട്ട് വേറെ ആയിരുന്നു, സാന്ദ്രമായ ചന്ദ്രികയിൽ. ഈ ട്യൂൺ തന്നെ സെയിം തന്നെ, വരികൾ വേറെയാണ്. പിന്നെ അത് ഒരു വർഷം ആയപ്പോഴാണല്ലോ ഈ അടുത്ത പടം വന്നു. അപ്പോഴത്തേക്ക് ഈ വരികൾ അദ്ദേഹം വേറെ സിനിമയ്ക്ക് ഉപയോഗിച്ചു. അതിന് പകരം തമ്പി സാർ എഴുതിയ വരിയാണ് പുഷ്പതൽപ്പത്തിൽ. മാം പാടിയ ഒരുപാട് സോങ്സിൽ പെട്ടെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടാണ് കാതോട് കാതോരം എന്ന സിനിമയിലെ കാതോട് കാതോരം എന്ന പാട്ട്. ഭരതൻ സാറും ഔസേബച്ചനും ചേർന്ന് അവരുടെ ആ ഒരു സൃഷ്ടിയിൽ പിറന്ന മനോഹരമായ ഒരു പാട്ട്. അപ്പോ ആ പാട്ടിന്റെ റെക്കോർഡിംഗ് മൊമെന്റ്സും അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ആ പാട്ട് ശരിക്കും പറഞ്ഞ ഭരതൻ സാറിന്റെ ആ ഒരു ഗ്രൂപ്പില് ചെന്ന് പെടുന്നത്, ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ ചാമരം സിനിമയിൽ ആദ്യം പാടിയത്. പിന്നെ അതത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. സിനിമയിലും അതൊരു റേഡിയോയിൽ കേൾക്കുന്ന പാട്ടായതുകൊണ്ട് അത്ര ആൾക്കാർ ശ്രദ്ധിക്കാതെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പൊൻപുലരളി പൂ വിതറിയ കാളിന്തി ആടുന്ന വൃന്ദാവനം, ആ പാട്ട്, ഇത്തിരി പൂവേ ചുവന്ന പൂവേ സിനിമ. അപ്പൊ ആ പാട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് സ്വരങ്ങളും പാടിയ ഒരു പല്ലവി മാത്രം ഫീമെയിൽ വേർഷൻ, പിന്നെ മുഴുവൻ മെയിൽ വേർഷനാണ്. അപ്പൊ അത് കുറച്ച് സംഭവം ആയത് കാരണം അന്നൊക്കെ ജാനകിയമ്മയൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. ജാനകിയമ്മയൊക്കെ വിളിച്ചിട്ട് ഈ 4 വരി കുറച്ച് പാടാനായിട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോഴും രവീന്ദ്രൻ മാഷ് ഭരതൻ സാറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, എന്നിട്ട് പാടും, നമുക്ക് അതിനെ വിളിച്ച് പാടിക്കാം. ശരി, വരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയാണ് തുടങ്ങിയപ്പോഴാണ് ഭരതേട്ടനിന്റെ പാട്ട് ഇഷ്ടമായതും. അന്ന് മുതൽ പിന്നെ ഒരുവിധം എല്ലാ സിനിമകളിലും എന്നെ പാടിച്ചിട്ടുണ്ട്. പിന്നെ മിക്ക സിനിമകളിലും ഒരു മെയിൻ വോയിസ് ആയിട്ട് മാമിന്റെ വോയിസ് വന്നു അല്ലേ? വന്നു ഒരുവിധം എല്ലാത്തിനും. ഞാൻ ആ സ്ഥലത്തില്ലാത്തപ്പം മിസ്സായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതൊക്കെ ഞാൻ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോകുമായിരുന്നു. ഗാനമേള, മലയാളം തമിഴ് ഗാനമേളയ്ക്ക്. ഞാൻ മദ്രാസിലാണ്, തമിഴ് ഗാനമേളയ്ക്ക് ഒരുപാട് പോകുമായിരുന്നു. അത് അവിടെ മദ്രാസിലായാലും വിദേശങ്ങളിലും ഒക്കെ പോയിക്കൊണ്ടിരുന്നു. പഴയ വലിയ ആൾക്കാരുടെ കൂടെയാണ് TMS, PB ശ്രീനിവാസ്, മലേഷ്യ വാസുദേവൻ എന്നൊക്കെ പറഞ്ഞ അവരൊക്കെ ഒപ്പമാണ് പ്രോഗ്രാംസിന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോ ചിലപ്പോ മിസ്സായിട്ടുണ്ട്. ഇപ്പം ഭരതേട്ടന്റെ ഇപ്പൊ ഈ ശരിക്കും ഒരുവിധം എല്ലാ പടങ്ങളും പാടിയിട്ടുണ്ട്. എന്റെ ഒരു സിഗ്നേച്ചർ സോങ് എന്ന് പറയുന്നത് കാതോട് കാതോട്. അങ്ങനെയാണ് കൂടുതലും അറിയുന്നത്. പാട്ടറിയാം, ആളിനെ അറിയില്ല എന്നുള്ളൊരവസ്ഥ. അതെ, അതാണ് ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ലേ ഒരു സിംഗറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ? വിഷമം, പക്ഷെ അത് സാഹചര്യം. അതായത് ഞാൻ പാടുന്ന സമയത്ത്, അതായത് 80s ആയിരുന്നു എന്റെ കാലഘട്ടം. ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, റേഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പൊ റേഡിയോയിൽ എന്റെ പേര് കേൾക്കുന്നുണ്ട്, ലതിക എന്നൊരു സിംഗർ ഉണ്ട് എന്നറിയാൻ ആളിനെ അറിഞ്ഞൂടാ. അതുകൊണ്ട് വന്നതുണ്ട്. അപ്പൊ അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യം, കാലഘട്ടത്തിന്റെ ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ ഒക്കെ അറിഞ്ഞു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായപ്പോ ഇപ്പൊ ആരാ പാടിയെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്.
ചിത്രം, താളവട്ടം സിനിമയൊക്കെ കാണുമ്പോൾ അതിലെ ആ ഒരു ഹമ്മിങ്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീൻസിനെയൊക്കെ കൂടുതൽ നമ്മൾ കരയാനായിട്ട് പ്രേരിപ്പിച്ച ഹമ്മിങ്ങുകളാണ് മാം പാടിയിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ അന്നൊക്കെ അത് കേൾക്കുമ്പോഴും ഇത് പാടിയത് ആരാണ് എന്ന് കറക്റ്റായിട്ട് നമുക്കൊരു പിടുത്തമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാല് ചിത്രാമ്മയുടെ വോയിസുമായിട്ടൊക്കെ മാമിന്റെ വോയിസ് സാമ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അറിയാതെ പോയിട്ടുള്ളതായിരുന്നു. സാമ്യം ഉണ്ടെന്നല്ല നിങ്ങൾ പറഞ്ഞത്, അങ്ങനല്ല അത്. അതാണ് തോന്നുന്നത്. അതായത് നമ്മൾക്ക് ഒരാളിനെ ഇഷ്ടപ്പെട്ട പിന്നെ കേൾക്കുന്നതെല്ലാം അദ്ദേഹമാണ് ഒരുപാട് ഇതാണ് തോന്നുന്നത്, അല്ലാതെ സാമ്യമൊന്നും അല്ല. കാരണം പാട്ടറിയാവുന്നവർക്ക് അറിയാം ഇതാരാ പാടിയത്, ലതികയുടെ വോയിസ് എന്താണ്, ചിത്രയുടെ വോയിസ് എന്താണ്, ജാനകിയമ്മയുടെ ചിലപ്പോൾ കുറച്ച് എനിക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. കാരണം ഞാൻ ഒരുപാട് ഗാനമേളയ്ക്ക് പാടുമ്പോ ഒക്കെ അന്നൊക്കെ അവരൊക്കെ അല്ലേ നമ്മുടെ റോൾ മോഡൽസ്, ജാനകിയമ്മ, സുശീലാമ്മ. അപ്പൊ കൂടുതലും ജാനകിയമ്മയുടെ പാട്ടുകളായിരുന്നു പാടുന്നത്. അപ്പോഴൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ പാടും. അപ്പൊ എനിക്ക് ജാനകിയമ്മയുടെ ഒരു ഇത് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സമ്മതിക്കാം. അല്ലാതെ കാരണം ചിത്രയേക്കാൾ സീനിയർ അല്ലേ ഞാൻ മുമ്പേ പാടി തുടങ്ങിയതല്ലേ. അതെ, ചിത്രാമ്മ ചിലപ്പോ മാമിന്റെ പാട്ടൊക്കെ കേട്ട് വന്നത് കൊണ്ട് തന്നെ ഒരു ചെറുതില് ഞാൻ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാമിന് പോകുമ്പോ ചിത്ര അച്ഛനോട് ഫ്രണ്ടി വന്ന് കേൾക്കാനിരുന്നിട്ടുണ്ടെന്നൊക്കെ എന്റെ ബ്രദർ പറയും. എനിക്ക് ഓർമ്മയില്ല, കൊച്ചാ ചിത്ര എന്നെക്കാളും കൊച്ചല്ലേ. അതെ അതെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ചിത്രാമ്മയായിരിക്കും മാമിനൊരു റോൾ മോഡൽ ആക്കി എപ്പോഴൊക്കെയോ മനസ്സിൽ സൂക്ഷിച്ചിട്ട് ആ ഒരു ടച്ച് പാട്ടിൽ എവിടെയൊക്കെയോ വന്നിട്ടുണ്ടാകുക. എല്ലാ ഗായകരുടെയും റോൾ മോഡൽസ് എന്ന് പറഞ്ഞത് നമ്മുടെ സീനിയേഴ്സ് തന്നെയാണ്. അതെ അതെ. അതായത് സുശീലമ്മ, ജാനകിയമ്മ, ലതാജി, ആശാജി, ദാസേട്ടൻ, ചേട്ടൻ, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ പാഠപുസ്തകങ്ങൾ. അവത് കേട്ട് പഠിച്ച് നമ്മൾ അതിൽ നിന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പാടുന്നേ ഉള്ളൂ. അവരുടെ ഒന്നും അവിടെ വരെ എത്താനൊന്നും ആർക്കും പറ്റില്ല. അവരുടെ ഒന്നും ആ ലെവലിൽ എത്താൻ ആർക്കും പറ്റില്ല. അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പെട്ടെന്ന് ഒരു ഹമ്മിങ് പാടാൻ പറഞ്ഞാൽ ഏത് ഹമ്മിങ് ആയിരിക്കും നമുക്ക് വേണ്ടിയിട്ട് പാടിത്തരും? ആ തുടക്കത്തിലേ പറഞ്ഞു ആദ്യം തന്നെ എന്നെ കൊണ്ട് ഹമ്മിങ് ഒന്നും പാടിക്കലേ എന്ന്. അതുകൊണ്ടാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ആ ഒരു ഹമ്മിങ് അത്രത്തോളം നമ്മളെ കരയിപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു താളവട്ടത്തിലെയും ചിത്രത്തിലെയും ഒക്കെ ആ ഹമ്മിങ്. ചിത്രത്തിലെ ക്ലൈമാക്സ് ഹമ്മിങ് പാടാം. ഓക്കെ ഓക്കെ, താങ്ക് യു. പാടിക്കണം. ഏതാണ് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എവിടെ? അടിപൊളി. ഞാനത് കേട്ടങ്ങ് ഇരുന്നു. ശരിക്കും പറഞ്ഞാലും മാം ഇത് പാടുമ്പോ ആ ഒരു രംഗം നമ്മുടെ മനസ്സിലങ്ങ് തെളിഞ്ഞു വന്നു. സത്യം പറയാലോ, ആ ഒരു ഹമ്മിങ്ങിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രംഗത്തിന്റെ ആത്മാവിരിക്കുന്നതെന്ന് വേണമെങ്കിൽ. മറ്റേ ഹമ്മിങ് അതുപോലെ അതിന്റെ ശോകം, അതായത് അടിപൊളി. ഹൃദയവും മനസ്സൊക്കെ നിറഞ്ഞു ആ ഒരു ഹമ്മിങ് കേട്ടപ്പോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹമ്മിങ്ങുകൾ മാം പാടിയിട്ടുണ്ട്. മാമിന്റെ ഒരു ഫേവറേറ്റ് ഹമ്മിങ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? എല്ലാം ഫേവറേറ്റ് ആണ്. അതായത് ശരിക്കും ഞാന് കാണാമറയത്ത് മുതൽ കുറെ പാടിയിട്ടുണ്ട്. കാണാമറത്ത്, മിന്നാമനിന്റെ നിർമ്മട്ടം, കേളി, വൈശാലി, കുറെ ഉണ്ട്, കുറെ പാടിയിട്ടുണ്ട്. താളവട്ടം, മുകുന്ദേട്ടാ, സുമിത്ര വിളിക്കും. അതെ അതെ, ബന്ധനം. ആ ഒരു 80കളിലെ ഒരുവിധ എല്ലാ സിനിമകളിലും എന്റെ ഹമ്മിങ്സ് ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ചില സിനിമകളൊക്കെ വെറുതെ നോക്കുമ്പോ കേൾക്കുമ്പോഴാവുള്ളത്, ഓ ഇങ്ങനൊന്ന് പാടിയിട്ടുണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുവിധ എല്ലാ സിനിമയിലും ഞാൻ പാടിയിട്ടുണ്ടോ അന്ന് ഹമ്മിങ്സ്. ഇതിപ്പോ ഇതിന് രണ്ടുമൂന്നാണ് ഞാൻ തന്നെ ഏതോ പ്രോഗ്രാമിന് പാടി. ഇപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞെന്നുള്ള. ആൾക്കാർക്ക് അറിയാം, ഹമ്മിങ്സ് അറിയാമെങ്കിലും ഞാൻ പാടിയതെന്ന് അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ കൂടുതലും ജോൺസൺ മാഷായിരുന്നു എന്റെയൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ചെയ്തത്. പിന്നെ ഗുണസിംഗ് സാറുണ്ട്, ശ്യാം സാറുണ്ട്, ഒരുപാട് പേരുണ്ട്. SP വെങ്കടേഷ്, ഒരുപാട് പേരുടെ. SP വെങ്കടേഷിന്റെ ഒക്കെ കന്നഡ തെലുങ്കിലൊക്കെയാണ് അന്നൊക്കെ പാടിക്കൊണ്ടിരുന്നത്.
ഒരുവിധം എല്ലാ ഇന്ത്യൻ ലാംഗ്വേജിലും ഹമ്മിങ്ങും പാട്ടുകളും ഒക്കെ പാടിയിട്ടുണ്ട് മാം. ശരിക്കും ഈ എന്റെ ഈ റീറെക്കോർഡിംഗ് ഹമ്മിങ്സ് ഒക്കെ ഹിന്ദിയിലൊക്കെ പോയിട്ടുണ്ട്. ആഹാ, ഇപ്പൊ ഈ ചിത്രം തന്നെ അവര് ഹിന്ദിയിൽ എടുത്തിട്ടുണ്ട്. ഓ, ചിത്രം ഈ ഒരു ഹമ്മിങ് അല്ലേ? ഹമ്മിങ് ഇത് തന്നെ യൂസ് ചെയ്തിരിക്കുന്നേ. അടിപൊളി. ഞാൻ കേട്ടത് മിഥുൻ ചക്രവർത്തി അഭിനയിക്കുന്നു. ഞാൻ സീൻ കണ്ടു ഈ ഹമ്മിങ് പാടുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ എന്തായിരുന്നു അവർ എക്സ്പീരിയൻസ്? അല്ല, അപ്പൊ ഞാൻ അവിടെ വരെ എത്തിയുണ്ട് എന്ന് തോന്നിപ്പോയി. ഞാനങ്ങ് ബോളിവുഡ് വരെ എത്തിയല്ലേ? എത്തിയിരുന്നു. അതെ അതെ അതെ. ഒരുപാട് ലെജൻഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒപ്പം ടീച്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതില് മറക്കാനാകാത്ത ഒരു ലെജൻഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു എക്സ്പീരിയൻസ് പെട്ടെന്ന് എന്തായിരിക്കും മനസ്സിലേക്ക് ഓടിയെത്തുക? എല്ലാവരെയും ആരും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം ആദ്യത്തെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത്, പിന്നെ മലയാള തനിമയുള്ളത് ചെയ്ത് ആദ്യത്തെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് രാഘവൻ മാഷാണ്. രാഘവൻ മാഷ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒന്നല്ല, 2-3 പാട്ടുണ്ടെങ്കിലും ആ ഒരു പാട്ട് ഇപ്പോഴും ജനങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അഭിമാനം. കാരണം അദ്ദേഹത്തിനെ പോലൊരു, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ അവിടെ പോകാനും അങ്ങനെ ഒരു പാട്ട് പാടാനും കഴിഞ്ഞത് വളരെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പാട്ട് ശ്രീകൃഷ്ണ പരുന്ത് ഞാൻ പാടി ചെയ്യിപ്പിക്കാം. നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിന്റെ തേന്മാവിൽ പാടി പാടി, നിലാവിന്റെ പൂങ്കാവിൽ. കുമാരേട്ട, എന്റെ കുമാരേട്ട കേട്ടിട്ടുണ്ടായത്? എന്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ഈ രാത്രിയിലൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ ഒരു പാട്ടായിരുന്നു. അതെ, പക്ഷെ ആ യക്ഷിപ്പാട്ട് ഞാൻ പേടിച്ചെന്നാ പാടിയത്. ഒരു യക്ഷിക്ക് വരെ വോയിസ് കൊടുത്ത ഗായികയാ. അതെ അതെ അതെ. എന്തായിരുന്നു ഒരു യക്ഷിപ്പാട്ട് പാടിയപ്പോഴുണ്ടായിരുന്ന ആ എക്സ്പീരിയൻസ്? ഞാൻ പറഞ്ഞു പേടിച്ചിട്ട്. എനിക്ക് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രായമൊന്നുമില്ല. അന്നൊരു 23 വയസ്സ് 22 വയസ്സ് അങ്ങനെയാണ്. അപ്പോഴ് യക്ഷി എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലം എല്ലാവർക്കും പേടിയാ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പേടിയില്ലെങ്കിൽ അന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാ. യക്ഷി കഥ കേട്ടാൽ തന്നെ പേടിയാണ്. ഇതിങ്ങനെ ഇന്നത്തെ പോലല്ല. അന്നിങ്ങനെ ഒരു സെപ്പറേറ്റ് ക്യാബിനിൽ നിന്നല്ലേ പാട്ട് പാടുന്ന. എന്നിട്ട് ഇതിന്റെ ഓർക്കസ്ട്ര ഇങ്ങനെ ഒരുമാതിരി പേടിപ്പിക്കുന്ന ഓർക്കസ്ട്രയൊക്കെ ഇല്ലേ, ഓർക്കസ്ട്രേഷൻ. അതിങ്ങനെ സത്യമായ പേടിച്ച് നിന്ന് പാടിയ പാട്ടാണ്. ഈ വിളിക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു മാഷ്, രാഘവ മാഷും ഡയറക്ടർ വിൻസെന്റ് മാഷും കൂടെ ഇങ്ങനെ വിളിക്കുക, അങ്ങനെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പം കുമാരേട്ട എന്ന് വിളിച്ചിട്ടേ ആ കുമാരേട്ടൻ കേൾക്കാതെ മൈൻഡ് ചെയ്യാതെ പോയാൽ അങ്ങനെ വിളിക്കും, കുമാരേട്ട. അങ്ങനെ ഒരു വിളിയുണ്ട് അതില്. അപ്പോ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്ന് ശരിക്കും ഒരു പ്രേതമായിട്ട് വേണം പാടാന്ന് പാടാൻ. അതെ അതെ. യക്ഷി പാടുന്ന പാട്ടാണ്, പക്ഷെ ഈ ഒരു യക്ഷി പേടിച്ചാ പാടിയത്. ഞാൻ പേടിച്ചാ പാടിയത്. അത് ആർക്കും അറിയില്ലല്ലോ, ഞാൻ പറയുമ്പോഴേ അറിയില്ല. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് എനിക്ക് ഒരുപാട് മെമ്മറീസ് നൽകിയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്, മറക്കാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് ജനപ്രിയ ഗാനങ്ങളും ടീച്ചർ പാടിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് എപ്പോഴും ഒരു ഗ്യാപ്പ് വന്നായിരുന്നു സംഗീത ജേണി. അത് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ അവിടെ മദ്രാസിൽ കോളേജിൽ, ഞാൻ ഇവിടുന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് മദ്രാസിലോട്ട് പോയത്. അപ്പോഴ് ഗാനമേളയ്ക്കും ഇങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ ഇങ്ങനെ പാടുമ്പോൾ ദാസേട്ടനാണ് അണ്ണനെ വിളിച്ചു പറഞ്ഞത്, ചുമ്മാ ഈ ഗാനമേളയും റെക്കോർഡിംഗ് പറഞ്ഞ് നിൽക്കുക, അവിടെ മ്യൂസിക് കോളേജിൽ ഇപ്പൊ അഡ്മിഷന്റെ സമയമാണ്, അഡ്മിഷൻ എടുത്ത് അത് പഠിക്കാൻ പറ, പിടിക്ക്, നല്ലതാകും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അത് ഒരു ദൈവവാക്യം പോലെ തന്നെ നമുക്ക് തോന്നിയത്. പോയി അപ്ലൈ ചെയ്തു. ഞാൻ പിന്നെ ചെറുതിലെ കുറച്ചൊക്കെ അങ്ങോട്ട് പാടും. അങ്ങനെ എന്റെ അച്ഛൻ ഭാഗവതരാണ്, സദാശിവൻ ഭാഗവതർ. അച്ഛനൊക്കെ പിന്നെ അത് അല്ലാതെ ഞാൻ അല്ലാതെ നടേശൻ ഭാഗവതർ മങ്ങാട്, ഞാൻ എന്റെ ഒരു മാമനാ മങ്ങാട് നടേശൻ സാർ, അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് പഠിച്ചിട്ടുണ്ട്. പിന്നെ VS രാജൻലാൽ സാർ, അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ മ്യൂസിക് ഡയറക്ടർ ശരത്തിന്റെ അമ്മാവനാണ്. ആ രാജൻലാൽ ആ അണ്ണനൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഗാനമേള. ആ അണ്ണൻ ഇവിടെ സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം. പഠിച്ചിട്ട് ഇവിടെ വന്ന് വീട്ടിൽ വരുമ്പോ എന്നെ ഓടിച്ച് പിടിച്ചിരുത്തി പഠിപ്പിക്കും. അങ്ങനെയൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ അഡ്മിഷൻ അവര് ഇങ്ങനെ ആദ്യം തന്നെ വർണ്ണം പാടാൻ പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ പാടി അങ്ങനെ സെലക്ഷൻ കിട്ടി. അങ്ങനെ അവിടെ പഠിച്ചു. 3 വർഷത്തെ കോഴ്സായിരുന്നു. ഇവിടുത്തെ ഗവൺമെന്റ് മ്യൂസിക് കോളേജാണ് അടയാർ. അതിന് ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. ശരിക്കും പറഞ്ഞാലും മാം ആ ഒരു മ്യൂസിക് ഫീൽഡ്, സിനിമാ ഫീൽഡ് വിട്ട് പോകാനുള്ള ഒരു മെയിൻ റീസൺ ഇപ്പോൾ ഈ ഒരു ജോബ് കിട്ടിയതാണെന്ന് പറയാൻ പറ്റുമോ? യെസ്, അത് തന്നെയാണ് ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ. ഞാൻ അവിടെ പഠിച്ച് കഴിഞ്ഞ് ഈ പാട്ടും ഗാനമേളയായിട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ യാദൃശ്ചികമായിട്ട് തന്നെയാണ് അണ്ണന്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വെച്ച്, അണ്ണൻ നാട്ടിൽ വന്നപ്പോ
വഴിയിൽ വെച്ച് കണ്ട് സംസാരിച്ചപ്പോ അദ്ദേഹം PSC ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു അണ്ണനാണ്. ഞാൻ പറഞ്ഞതാ ഇവ ലതിക പഠിച്ചിട്ട് നിൽക്കുകയല്ലേ ബാബു, ഇങ്ങനെ മ്യൂസിക് കോളേജിൽ നിന്ന് ഇങ്ങനെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട് അധ്യാപകരെ വിളിച്ചിട്ട്. അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്, എനിക്ക് അപ്ലൈ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുത്തു. അങ്ങനെ അത് ഞങ്ങൾ വെറുതെ ഫിൽ ചെയ്ത് അയച്ചതാ. ആപ്ലിക്കേഷൻ കൊടുത്തു, പക്ഷെ അത് വന്നു അത് ഇന്റർവ്യൂ വന്നു, അത് കഴിഞ്ഞ് അഡ്വൈസ് മെമ്മോ വന്നു. അപ്പോഴത്തേക്ക് നമുക്കൊരു കൺഫ്യൂഷനായി, എന്ത് വേണം. കാരണം ഒരു ജോലി എന്ന് പറയുന്നതേ അത് ഗവൺമെന്റ് ജോലി. അപ്പൊ ഞങ്ങള് നല്ലപോലെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ എല്ലാരും കൂടെ ആലോചിച്ച് കുട്ടായ തീരുമാനം, അച്ഛനും അമ്മയൊക്കെ അന്നേരം തീരുമാനിച്ചത് നമ്മൾ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഒന്നും ഉണ്ടാവില്ല നമുക്ക്. സിനിമ പാട്ടെന്നൊക്കെ പറയുന്നതേ ഒന്നും കൂടെ നിൽക്കണമെന്നില്ല. അത് എല്ലാരും അങ്ങനെ എപ്പോഴും ഫ്ലറിഷ് ചെയ്ത് നിൽക്കില്ല. ഇതെന്ന് പറഞ്ഞ നമ്മൾക്ക് ഒരു ലൈഫ് ലോങ് സെക്യൂരിറ്റിയാണ് ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി പോയി ജോയിൻ ചെയ്യാതെ. ഒരുപാട് പേര് ചോദിച്ചു വന്നു, പിന്നെ ഇത്രയും നല്ലൊരു ഇത് കളഞ്ഞിട്ട് പോകണം എന്തിനാ, അത് ശമ്പളമൊക്കെ വളരെ കുറവാണ്. നമ്മളെ ഒരു റെക്കോർഡിങ്ങിന് കിട്ടുന്ന ഇത് ഒരു മാസത്തെ സാലറി. പക്ഷെ നമ്മള് അതല്ല അന്ന് നോക്കിയത്, നമ്മുടെ ഭാവി സുരക്ഷിതമാവാൻ. പക്ഷെ അത് വളരെ നല്ലൊരു തീരുമാനമാണ് ഞങ്ങൾ എടുത്തത്. അതിൽ ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ്. മാമോ അന്ന് ഓക്കെ ആയിരുന്നോ ഈ ഒരു തീരുമാനം എടുത്തപ്പോ? ഓക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാവർക്കും പരിചിതമായി മാറിയിരിക്കുകയാണ് ലതിക ടീച്ചർ. അത് മാത്രമല്ല ഗപ്പി സിനിമയിലെ പാട്ട് പാടിയതിനു ശേഷമാണെങ്കിലും ശരിക്കും ഒരു പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഗപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റുഡൻസിന്റെ സിനിമ അത്. ഞാൻ പഠിപ്പിച്ച പയ്യനാണ് വിഷ്ണു വിജയ്. അപ്പൊ അതിന്റെ ഡയറക്ടറും അവിടെ പഠിച്ചതാ, സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ പഠിച്ചതാ. ഇവര് ഒരു സിനിമ എടുക്കാൻ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോഴാണ് അവര് പറഞ്ഞു ഞങ്ങൾ ഒരു സിനിമ എടുക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നുണ്ട് ടീച്ചർ, ഒരു പാട്ട് പാടി തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നത് അത് നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. കാരണം നമ്മൾ പഠിപ്പിച്ച പിള്ളേര് ഒരു തുടങ്ങിയപ്പോ നമ്മളെ ഓർത്ത് നമ്മളെ കൊണ്ട് പാടിക്കും. അമ്മയുടെ സ്ഥാനം തന്നു, അമ്മയുടെ പാട്ട്, അമ്മ പാടുന്ന പാട്ടാണത്. അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ പാട്ട്. അന്ന് 76 ദാസേട്ടന്റെ കൂടെ നിന്ന് പാടി, വിത്ത് ഓർക്കസ്ട്ര എല്ലാരും നിന്ന് പാടി. അത് പാടിയെങ്കിൽ 40ാമത്തെ വർഷമാണ് 2016 ഈ പാട്ട് പാടുന്നത്. അത് മോന്റെ കൂടെ ആണെങ്കിലും ഒറ്റയ്ക്ക് എവിടെയൊക്കെ നിന്ന് പാടി. ഞാൻ എറണാകുളത്ത് പാടി, വിജയ് പിന്നെ മദ്രാസിലാണ്, എവിടെയാണ് പിന്നെ പാടി. ഓർക്കസ്ട്രക്കാരെ ആരെയും കണ്ടില്ല. വ്യത്യാസങ്ങൾ ഭയങ്കര വ്യത്യാസം, അന്നത്തെ ഇന്നത്തെ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞല്ലോ. അതെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഓണം വിശേഷങ്ങളിലേക്ക് വരാം. മറക്കാനാകാത്ത ഒരു ഓണം ഓർമ്മ. മറക്കാനാവാത്ത ഓണം പറയട്ടെ. അതായത് ഞങ്ങൾ ഗൾഫിൽ ഒരു പ്രോഗ്രാമിന് പോയി. ഗൾഫിൽ ആ സമയത്ത് ഗൾഫിലാണ് അണ്ണനുണ്ടല്ലോ. ഇപ്പം പിന്നെ അവിടുത്തെ ഞങ്ങൾ താമസിച്ച ഹോട്ടലിലെ ഓണർ ഒരു ഫാമിലി. അപ്പൊ അയാളുടെ വൈഫ്, അയാൾ നമ്മളെ കണ്ടിട്ടില്ല. ആ പെൺകൊച്ചിന് എന്നെ വലിയ ഇഷ്ടം, എന്റെ പാട്ട് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് ഞങ്ങൾ അടുത്ത ദിവസം തിരുവോണം 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ ക്ഷണിച്ച്, ഞങ്ങൾ വണ്ടി കൊണ്ടുവരാൻ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞു. ശരി, ഞങ്ങളും സമ്മതിച്ചു. അന്ന് പ്രോഗ്രാം ഒന്നുമില്ല, പകല. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങള് റെഡിയായി റൂമിലിരിക്കുകയാണ്, ആരും വരുന്നില്ല, കാണുന്നില്ല. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ആയിട്ട് ആരെയും കണ്ടില്ല. നമ്മളന്ന് പട്ടിണി കിടന്ന ഒരു ഓണം. അയ്യോ, തിരുവോണം. എന്നിട്ട് എന്ത് പറ്റിയെന്ന് നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്താ പറ്റിയ ഒന്ന് വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. അടുത്ത ദിവസമായപ്പോ അവര് രാവിലെ വന്നിട്ട് അവര് മുഖം ഒരുമാതിരി വെച്ചിട്ട് നമ്മളെ ഒരുമാതിരി പരിഭവം പോലൊക്കെ നോക്കുന്നേ. ഇന്നലെ അണ്ണൻ ചോദിച്ചു എന്ത്, പിന്നെ എന്റെ ഹസ്ബൻഡ് വിളിക്കാൻ വന്നായിരുന്നു. അപ്പോഴ് ആരാ എന്തോ എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. ആള് മാറിപ്പോയി. അതായത് വേറൊരു സീറോ ബാബു എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി നമ്മുടെ കൂടെ അന്ന് പാടാനുണ്ടായിരുന്നു. ബാബു എന്റെ അണ്ണന്റെ പേരും ബാബു എന്നല്ലേ. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്ന് ബാബു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ബാബു ഞാൻ വിളിക്കാൻ വന്നത് എവിടെ, ഞാൻ അന്നേരം ഇത് പറഞ്ഞു ഇല്ല ഞാൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു. അദ്ദേഹം വീട്ടിൽ ചെന്ന് അവരുടെ അടുത്ത് ചൂടായി. അങ്ങനെ ആഹാരം കഴിക്കാതെ ഒരു ഓണം, അത് നല്ല ഓർമ്മയുണ്ട് എനിക്ക്. എത്ര വർഷം കഴിയാലും മറക്കില്ല. പിന്നെ അത് കഴിഞ്ഞു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്കും ആകെ വിഷമമായി. പിന്നെ കൊണ്ടുപോയി കേട്ടോ, പിന്നെ പോയി. ഓണം കഴിഞ്ഞുവെങ്കിലും ഒരു നല്ല ട്രീറ്റ് ചെയ്യാൻ അവര് തന്നു. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു ഭവിച്ചതാണ്, ആള് മാറിപ്പോയി. സാരമില്ല, എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും അടിപൊളിയായിരിക്കും അല്ലെ? കാരണം എല്ലാരും കൂടെ ചേർന്നാണ്.
അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് മാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ തന്നെ നമ്മളോടൊപ്പം കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് മനസ്സ് കാണിച്ചപ്പോൾ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഓണപ്പാട്ട് പാടിത്തരുമോ? ഓണപ്പാട്ട് ഞാൻ പഴയ പാട്ട് പാടട്ടെ, സുശീലാമ്മ പാടിയ ഒരു പാട്ട്. പാടിക്കോളൂ. മാവേലിയേ വാണൊരു കാലം മറക്കുകില്ല, മറക്കുകില്ല, മറക്കുകില്ല മലയാളം. മാവേലി വാണൊരു കാലം മറക്കുകില്ല, മറക്കുകില്ല, മറക്കുകില്ല മലയാളം. കള്ളമില്ല, ചതിയില്ല, കണ്ണുനീരില്ല. കള്ളമില്ല, ചതിയില്ല, കണ്ണുനീരില്ല. അന്ന് കലഹം മൂലം, കാമിനി മൂലം കലഹങ്ങളുമില്ല, കലഹങ്ങളുമില്ല. അന്ന് കനകം മൂലം, കാമിനി മൂലം കലഹങ്ങളുമില്ല, കലഹങ്ങളുമില്ല. മാവേലി വാണൊരു കാലം മറക്കുകില്ല, മറക്കുകില്ല, മറക്കുകില്ല മലയാളം. മത്സരത്തിൽ മന്ത്രം ചൊല്ലും മതങ്ങളെന്നില്ല, അന്ന് കക്ഷി രാഷ്ട്രീയ കലാപമില്ല, കത്തിയേറില്ല, കത്തിയേറില്ല. മാവേലി വാണൊരു കാലം മറക്കുകില്ല, മറക്കുകില്ല, മറക്കുകില്ല മലയാളം, മറക്കുകില്ല മലയാളം. അപ്പൊ എല്ലാവർക്കും ഈ ആശ്രയയുടെ ശ്രോതാക്കൾക്കും പ്രത്യേകിച്ച് അനുവിനും അവിടുത്തെ സ്റ്റാഫിനും എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ മാം, ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഭാഗത്തുനിന്നും അറിയിക്കുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.